ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു കസ്റ്റം ട്രാൻസിഷൻ എഫക്റ്റ് നിങ്ങൾക്ക് അങ്ങനെ ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ അത് നിങ്ങളുടെ വീഡിയോ എഡിറ്റിംഗ് ആപ്പിലോ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലോ നിങ്ങൾക്ക് അങ്ങനെ അത് യൂസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ട്രാൻസിഷൻ എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് ക്ലിപ്സുകൾ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഒരു വീഡിയോ അതിൽ നിന്ന് അടുത്തൊരു വീഡിയോയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്ലസ് ഐക്കൺ കാണാം. ആ ഒരു പ്ലസ് ഐക്കൺ ഉപയോഗിച്ചിട്ട് നമുക്കൊരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു എഫക്റ്റിനെയാണ് ട്രാൻസിഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഒരു ടോപ്പിക്കിനകത്ത് അല്ലെങ്കിൽ ഒരു വീഡിയോ നിന്ന് അടുത്തൊരു വീഡിയോയിലേക്ക് പോകുമ്പോൾ കൊടുക്കുന്ന ആ ഒരു എഫക്റ്റിനെയാണ് ട്രാൻസിഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ആപ്പിലും അല്ലെങ്കിൽ ഓരോ സോഫ്റ്റ്വെയറിലും ഇൻബിൽഡ് ആയിട്ട് അവർ കുറേ ട്രാൻസിഷൻ എഫക്റ്റ് കൊടുത്തിട്ടുണ്ടാവും. അതല്ലാതെ നമുക്ക് ഒരു കസ്റ്റം ട്രാൻസിഷൻ എഫക്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അതിലേക്ക് യൂസ് ചെയ്യാൻ കഴിയില്ലായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അതങ്ങനെ നിങ്ങൾക്ക്, അതായത് ട്രാൻസിഷൻ എഫക്റ്റ് കസ്റ്റം ട്രാൻസിഷൻ എഫക്റ്റ് നിങ്ങൾക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, എന്നിട്ട് അതങ്ങനെ നമുക്ക് ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്പിലേക്കോ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലേക്കോ നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിനെമാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിങ്ങനെ ഒരു കസ്റ്റം ട്രാൻസിഷൻ എഫക്റ്റ് ഇങ്ങനെ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കത് ആദ്യം ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് വഴി എന്ന് പറയുന്നത് യൂട്യൂബ് തന്നെയാണ്. യൂട്യൂബിനകത്ത് നിങ്ങൾ ഗ്രീൻ സ്ക്രീൻ ട്രാൻസിഷൻ എഫക്റ്റ് എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ ഒരുപാട് വീഡിയോസ് കാണാം. അപ്പോൾ ആ ഒരു വീഡിയോ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ട ഒരു ട്രാൻസിഷൻ എഫക്റ്റുള്ള ഒരു വീഡിയോ എടുത്തതിന് ശേഷം അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവർ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അതങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഗൂഗിൾ ഡ്രൈവ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ മീഡിയ ഫയർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അവർ പറഞ്ഞുതരാം അതിലെങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഗ്രീൻ സ്ക്രീൻ ട്രാൻസിഷൻ എഫക്റ്റ് എന്ന് യൂട്യൂബ് സെർച്ച് ചെയ്തതിന് ശേഷം മുകളിൽ ഒരു ഫിൽറ്റർ ഉണ്ടാവും. ആ ഒരു ഫിൽറ്റർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ താഴെയായിട്ട് ഒരു ക്രിയേറ്റർ കോമൺസ് എന്നൊരു ബ്ലൂ ഐക്കൺ കാണാം. അത് സംഭവം ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഓക്കെ കൊടുക്കാം. അങ്ങനെ ഓക്കെ കൊടുത്താൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ അതിൽ പിന്നീട് സെർച്ച് ചെയ്ത് വരുന്ന ആ ഒരു വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വീഡിയോനകത്ത് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ അതങ്ങനെ യൂസ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഫ്രീ ട്രാൻസിഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മീഡിയ ഫയറിൻ്റെ വെബ്സൈറ്റിലേക്കും പോകാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ബ്ലൂ കളറിലൊരു സംഭവം കാണാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി അടുത്ത് യൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ ഏതൊരു വീഡിയോ എഡിറ്റിംഗ്, ഇപ്പോൾ കൈമാസ്റ്റർ ആയാലും മലയാളം മോഷൻ ആയാലും അല്ലെങ്കിൽ VN വീഡിയോ എഡിറ്റർ ആയാലും ഏതൊരു ആപ്പിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് അതങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഒരു സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ട്രാൻസിഷൻ കൊടുക്കുന്ന ഒരു സമയത്ത്, ഞാനിപ്പോൾ കൈമാസ്റ്ററിലാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ട്രാൻസിഷൻ ചെയ്യുന്ന സമയത്ത് ട്രാൻസിഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ ഞാനിപ്പോൾ കൈമാസ്റ്ററിൽ എങ്ങനെ ചെയ്യുന്നത് പറഞ്ഞുതരാം. അത് നിങ്ങൾ കൈമാസ്റ്ററിൽ അവിടെ ലെയർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ലെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് മീഡിയ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ മീഡിയ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസൊക്കെ കാണാം. അതിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ഒരു ട്രാൻസിഷൻ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്താൽ അവിടെ ലെയർ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്കൊരു നടുവിലായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, ഒരു സ്ക്രീനിൻ്റെ ഓപ്ഷൻ. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഫിറ്റ് ടു സ്ക്രീൻ എന്നാണ്. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഫിറ്റായിട്ട് വരും. എന്നിട്ട് ടിക്ക് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഒന്നും കൂടി ആ ഒരു ലെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കൊടുത്താൽ ഇവിടെ ക്രോമാക്കി എന്നൊരു ഓപ്ഷൻ കാണാം. ആ ക്രോമാക്കി ഓപ്ഷൻ ക്ലിക്ക് എനാബിൾ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ടൊരു കളർ ഓപ്ഷൻ ഉണ്ടാവും. കളർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഗ്രീൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ടിക്ക് കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു അതിൽ കാണുന്ന ആ ഒരു ഗ്രീൻ എഫക്റ്റ് നിങ്ങൾക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ട്രാൻസ്പെറൻറ്റ് എഫക്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു ഗ്രീൻ പോകുന്നില്ലെങ്കിൽ അവിടെ ഒരു രണ്ട് ഓപ്ഷൻ കാണാം. ആ രണ്ട് ഓപ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഗ്രീൻ പോകാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു കർവ് ടൂൾ ഉണ്ടാകും. ആ കർവ് ടൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്ത് അങ്ങനെ ആ ഒരു ഗ്രീൻ കളർ ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ട്രാൻസിഷൻ എഫക്റ്റ്, നിങ്ങൾക്ക് ഒരു കസ്റ്റം ട്രാൻസിഷൻ എഫക്റ്റ് ഏതൊരു വീഡിയോ എഡിറ്റിംഗ് ആപ്പിലും യൂസ് ചെയ്യാവുന്നതാണ്. ഈ ക്രോമാക്കി ഉള്ള ഏതൊരു വീഡിയോ എഡിറ്റിംഗ് ആപ്പിലോ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എഡിറ്ററിൽ യൂസ് ചെയ്യാൻ കഴിയും, അതുപോലെ കൈമാസ്റ്ററിൽ യൂസ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ മോഷനിൽ യൂസ് ചെയ്യാൻ കഴിയും. ഇൻഷോട്ടിൽ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ ക്രോമാക്കി ഉള്ള ഏതൊരു ആപ്പിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഏതൊരു സോഫ്റ്റ്വെയറിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.